ഹായ്, ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നമ്മളൊരു 100 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് പീസുകളാക്കി വെച്ചിട്ടുണ്ട്. തീരെ നൈസായിട്ട് അരിയണമെന്നില്ല, അത് നമുക്ക് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇഞ്ചി ചതച്ചെടുക്കാൻ. ചതച്ചെടുത്ത ഇഞ്ചി നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മുറുക്കി അതിൻ്റെ നീരൊന്ന് മാറ്റണം. ഈ ഇഞ്ചി നീര് നമ്മൾ കളയരുത്, ഇത് നമുക്ക് ആവശ്യം വരും. എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചിയുടെ അതിൻ്റെ ആ പിശറില്ലേ, അതാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഇഞ്ചി അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് തീ ഇത്തിരി കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വറുക്കണം. അതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ അതൊന്ന് മൂപ്പിക്കണം. ഞാനൊരു കുറച്ചളവിലാണ് ഇത് കാണിക്കുന്നത്. ഇഞ്ചിക്കറി ആകുമ്പോൾ അത് ഒരുപാട് വേണ്ട, കുറവ് മതിയല്ലോ. അപ്പോൾ അത് നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് എണ്ണ പോരെങ്കിൽ ഒരു ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മൂത്ത ഈ ഇഞ്ചിയുടെ കൂടെ നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. ഇഞ്ചി അച്ചാറല്ല, ഇതൊരു കറിയാണ്, ഇഞ്ചിക്കറി. വിഷുവല്ലേ, അപ്പോൾ അതിനുള്ളൊരു ഇഞ്ചിക്കറി. അതിനകത്ത് അത് മൂത്ത് വന്നപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് മൂക്കണം. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ നിറച്ചും മുളക് പൊടിയിട്ട് അതും കൂടി നല്ലതുപോലെ മൂക്കട്ടെ. ഒരു 1/4 സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. അത് മൂത്ത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് കോരി മാറ്റണം. എന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ആ കൂട്ടിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കും. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ അരപ്പ്. അപ്പോഴേക്കും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഉപ്പുവിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. അങ്ങനെ വെച്ചിരുന്നതാണ് ആ പുളി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് ഒരു 2-3 വറ്റൽ മുളകും പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്കൊരു 7-8 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂക്കട്ടെ. അതിലേക്ക് വീണ്ടും ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിക്കണം. അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്ക് അതിലേക്കൊരു 2 പച്ചമുളകും കൂടി ചെറിയതായിട്ട് അരിഞ്ഞ് ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. അതും നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അരപ്പും കൂടി ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ അരപ്പൊന്ന് മൂത്ത് വരട്ടെ. കണ്ടോ, അരപ്പൊന്ന് മൂത്തിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് പിഴിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിച്ചാറ് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഇഞ്ചിച്ചാറിൻ്റെ അടിയിലായിട്ട് ആ പാത്രത്തിലൊരു ഇഞ്ചിക്കാരം പൊടി പോലെ പറ്റിയിരിക്കും, അതിടരുത്, അതത്ര നല്ലതല്ല. അതിനുവേണ്ടി അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ പാത്രത്തിൽ തന്നെ അത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ അരപ്പും ആ ഇഞ്ചിച്ചാറും കൂടെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്ക് നേരത്തെ ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പുളിയിൽ ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നത് കൊണ്ടാണ് ഈ കറിക്ക് ഉപ്പ് വേറെ ചേർക്കാതിരുന്നത്. അരപ്പും പുളിയും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതൊഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതിൻ്റെ കൂടെ ഞാനൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറുകിയ ചാറാണ് ആവശ്യമെങ്കിൽ ആ വെള്ളം ഒഴിവാക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 50 ഗ്രാം ശർക്കരയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇഞ്ചിക്കറിക്ക് മധുരവും പുളിയും ഇഞ്ചിയുടെ ചവർപ്പും എല്ലാം കൂടി ചേരുന്നതാണ് ഇഞ്ചിക്കറി. അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാം. ചെറിയ തീയിൽ കിടന്ന് ഇഞ്ചിക്കറിയുടെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ ഈ ഇഞ്ചിക്കറി എല്ലാവരും വിഷുവിനൊന്ന് ഉണ്ടാക്കി നോക്കണേ, വളരെ എളുപ്പം കഴിയും.